പാട്ടും ഊത്തും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാട്ട് കേൾക്കാത്തവരുണ്ടാവില്ല, അത്രയും പഴയ ഒരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ഈ സ്ഥിരമായ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു പാട്ട് തന്നെയാണ്. അത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ എൻ്റെ നിഴൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സമൂഹത്തിലും ഏറെ കുറേ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ വളരെയധികം വിഷമിക്കുമ്പോൾ നമ്മൾ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ മിക്കവാറും ആളുകൾ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ നല്ല ഹാപ്പി ആകുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ, ഇപ്പോൾ നമ്മൾ പൈസ ഉള്ള സമയത്ത് പുറത്തിറങ്ങുമ്പോഴും എല്ലാ സമയത്തും ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും, പരിചാരകരെ പോലെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ എല്ലാ സമയത്ത് നമുക്കൊരു കഷ്ടമോ നഷ്ടമോ അല്ലെങ്കിൽ ദുഃഖമോ വരുമ്പോൾ മിക്കവാറും നമ്മൾ തന്നെയാണ് അത് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈവൻ നമ്മുടെ സ്പൗസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ അത്രയും നിയറസ്റ്റ് ഉള്ള ആരാണെങ്കിൽ പോലും നമുക്കത് അത്ര തന്നെ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. മിക്കവാറും നമ്മൾ ഒറ്റപ്പെടാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ശരിക്കും അത് എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ഒരു എന്താ പറയുക, എൻ്റെ അഭിപ്രായം പറയാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും സോൾ കോൺഷ്യസിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സ്വത്വം അല്ലെങ്കിൽ നമ്മുടെ ബോധം അല്ലെങ്കിൽ ആത്മാവ് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ യഥാർത്ഥമായ ഉത്തരം ഞാനൊരു ആത്മാവാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏറ്റവും ഇങ്ങനെ ചുരുങ്ങി വരുമ്പം, അതായത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്ത്, അതിൻ്റെ മേലേക്ക് പറയാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തെ മലപ്പുറം ജില്ലയിലെ ഇന്ന പഞ്ചായത്തിലെ ഇന്ന വാർഡിലെ ഇന്ന വീട്ടിലെ ഇന്ന ആൾ, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളൊരു ഐഡൻറ്റിറ്റി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ശരിക്കും നമ്മൾ പറയാറില്ലേ, എത്ര ഉന്നതനായാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ബോഡി എപ്പോൾ കൊണ്ടുവരും എന്നുള്ളതാണ് ചോദിക്കുക. ബോഡിയായി മാറി, കാരണം ആ പേര് പോയി, ആ സ്ഥാനം പോയി, എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടുകയാണ്. അപ്പം നമ്മൾ ശരിക്കും ആത്മാവാണ് എന്നുള്ള ഒരു ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ പല പ്രശ്നങ്ങളും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം ഞാൻ ഈ ഒരു എന്താ പറയുക, രഥം അല്ലെങ്കിൽ നമ്മളെ ഈ ആത്മാവിനെ കൊണ്ട് നടക്കുന്ന ഒരു ഗൃഹം അല്ലെങ്കിൽ ഒരു വാഹനം എന്ന രീതിയിൽ പറയാം. ഈ ആത്മാവിനെ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ വാഹനമാകുമ്പോൾ അങ്ങനെയാണല്ലോ. കാരണം ഇപ്പോൾ ഒരു കാറ്, അപ്പോൾ അതിന് പല പ്രശ്നങ്ങൾ വരാം. വാങ്ങുമ്പോൾ നല്ല സാധനമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. കുറേ റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഓരോരോ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ടയറുകൾക്ക് പ്രശ്നം, അപ്പോൾ അത് നമ്മളെ കാലുകൾക്ക് പ്രശ്നം വരുന്ന പോലെ, പിന്നെ ഉള്ളിലെ അവയവങ്ങൾക്ക് പ്രശ്നം, മറ്റില്ല. അപ്പോൾ ആ വാഹനത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ വാഹനത്തിന് നമ്മൾ പരമാവധി റിപ്പയർ ചെയ്യാൻ നോക്കും, പറ്റിയ പാർട്സുകളൊക്കെ മാറ്റി വയ്ക്കാൻ നോക്കും. ഇതൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളത് കണ്ടം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക, അല്ലേ? അത് പിന്നെ ആക്രി വിലക്ക് വിറ്റുക. അപ്പോൾ ലാസ്റ്റ് നമ്മളെ ആത്മാവ് അങ്ങനെ തന്നെയാണ്. ഈ ആത്മാവ് ശരീരത്തിന് ഒന്നിനും പറ്റാതെ ആകുമ്പോൾ ശരീരത്തിനെ വിട്ട് ആത്മാവ് വേറെ ശരീരത്തിലേക്ക് പോകും. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആത്മാവിനൊന്നും ബാധിക്കുന്നില്ല, നമ്മുടെ ഈ ശരീരത്തിനും നമ്മുടെ മനസ്സിനുമാണ് ഇതൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ ഈ കാണാത്ത മനസ്സ് എന്നൊരു സാധനത്തിന് നമുക്ക് കാണാൻ തന്നെ പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ ഈ കാണാത്ത സാധനത്തിനെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. ഇപ്പം അതിന് പ്രത്യേക സ്പെഷ്യലിസ്റ്റുമാരുണ്ട്, അതിന് മരുന്നുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തൊട്ട് കാണിക്കാൻ പോലും പറ്റാത്ത, തലച്ചോറിലേറെ ന്യൂറോൺസും അതുപോലെ ഉള്ള കാര്യങ്ങളും പിന്നെ സ്പൈനൽ കോഡും എല്ലാം കൂടി ചേർന്നിട്ട് തലച്ചോറിൻ്റെ ഒരു പ്രവർത്തന പ്രതിഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിനെ പറയാം. അല്ലാതെ തൊട്ട് കാണിക്കാൻ പറ്റില്ല. അതൊരു വെർബലായ സാധനമാണ്. നൗൺ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. നൗണാകുമ്പോൾ നമുക്കൊരു പേരുണ്ട്, നൗണ്.
നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റും അല്ലെ, ഒരു സാധനമാണ് നൗൺ എന്ന് പറയുന്നത്. പക്ഷെ വെർബ് എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, അല്ലെങ്കിൽ ഒരു ആ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പം അതാണ് മനസ്സിലേക്ക് നമ്മൾ ഓരോ വിഷയങ്ങൾ വരുമ്പം അത് മനസ്സ് മുഖം എന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് പറയും. ദുഃഖം വരുമ്പോൾ നമുക്ക് ദുഃഖം വരുമ്പോൾ മുഖത്ത് അത് പ്രതിഫലിക്കും. സന്തോഷം വരുമ്പോഴും അതേപോലെ മുഖത്ത് അത് പ്രതിഫലിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് പറയാനുള്ളൊരു കാരണം. അപ്പോൾ ഈ ഒരു പാട്ട് വളരെ അന്വർത്ഥമാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ എന്നിഴൽ